നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലൊക്കെ എത്തുന്ന നെത്തോലി ഇത്രയും കഷ്ടപ്പെട്ട് നല്ല ഫ്രഷായിട്ടാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്. അപ്പോൾ ഈ നെത്തോലി ഉണക്കുന്ന കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ നീണ്ടകരയിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് ഈ നെത്തോലി ഉണക്കുന്ന ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. അപ്പോൾ ഈ നെത്തോലി എങ്ങനെ അത് ലേലം വിളിച്ചെടുക്കുന്നതാണോ? ലേലം വിളിച്ച് തൂക്കിയെടുക്കുന്നതാ. ഇപ്പോഴേ ഇപ്പോൾ 50 രൂപ 55 രൂപ 1 കിലോ വില. ഉണങ്ങി വരുമ്പം 3 കിലോ 4 കിലോ വേണം 1 കിലോ നെത്തോലി. 3 കിലോയൊക്കെ ഉണങ്ങുമ്പോഴായിരിക്കും 1 കിലോ നെത്തോലി കിട്ടുന്നത്. 3 കിലോ അല്ല, 3 കിലോ കൂടുതൽ ഉണങ്ങണം. 3, 4 കിലോ ഒക്കെ ഉണങ്ങും. ചേട്ടാ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ നമ്മുടെ പെങ്ങൾ തുടങ്ങിയിട്ട് 40 വർഷത്തോളം. 40 വർഷമായി. ഞാനിപ്പോൾ കുറച്ച് കാലമുണ്ടേ ഉള്ളൂ. അന്ന് മുതലേ ഈ നെത്തോലി ഉണക്കി അന്ന് ഇത്രയും ഉണക്കില്ല, ഇപ്പോഴാണ് ഉണക്കില്ല. ഇപ്പോൾ ഒരു 10-20 കൊല്ലം കൊണ്ടാണ് ഉണക്ക്, നെത്തോലിയുടെ ഉണക്ക്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയോട് കൂടി നല്ല കയറ്റുപോയൊക്കെ ഇട്ട് കരകമാരിട്ടല്ലേ ഇത് മനുഷ്യനെ കഴിക്കാവുന്നില്ല. അതാ കയറ്റുപോയൊക്കെ ഇതിനു വേണ്ടി നിർമ്മിച്ചതാണോ? ഇത് ഒരു കയറ്റുപോയ്ക്കാണ്ട് 1000 രൂപ വിലയാവും. ലോഡ് കണക്കിന് കയറ്റുപോയി ഇറക്കിയേക്കോ അല്ലേ? ഇത് 15 റോള് കയറ്റം ഇറക്കി. 15 റോളായപ്പോൾ 15,000 10, 20,000, 50,000, 30,000 രൂപ മേളായത്. ഒരു കയറ്റുപോയ്ക്ക് 1000 രൂപ വില വരും. 1000 രൂപ വില വരും. ഇതിന്റെ പണിക്കൂലി എല്ലാം കൂടെ വരുമ്പോൾ 1000 രൂപ മേളിൽ പോകും. ജോലിക്കൂലി എല്ലാം കൂടെ കണക്ക് 1000 രൂപ മേളിൽ പോകും. ഇപ്പൊ എന്താ ഉണക്കായത്? നെത്തോലി ഉണക്കും. അല്ല, ഇപ്പൊ എന്താ ഉണക്കായത്? ഉണങ്ങിയില്ല, നാളെ ഉള്ളു. നാളെ ഉണക്കും. ഒരു ദിവസത്തെയാണോ? എന്തായാലും ഇത് നല്ലോണം ഉണങ്ങി തോന്നല്ലേ? ഇല്ലേ, നാളെ ഇത് ഒന്നുകൂടെ ചൂടാക്കണം. അത് എടുക്കാൻ നേരത്തെ ടാർപ്പാണ്ട് കാറ്റ് മാറിയട്ടെ. ദിവസത്തെ ഉണക്ക് വേണ്ടി വരും. 2 ദിവസത്തെ ഉണക്ക്. 2 ദിവസത്തെ ഉണക്ക് വേണ്ടി വരും. 2 ദിവസത്തെ ഉണക്ക് വേണം നെത്തോലി എന്ന് ആയി വരാൻ വേണ്ടി. അപ്പൊ ഇതിന് വേറൊരു പേരെന്തോ പറയുന്നത്? ഇവിടെ നിങ്ങൾ എന്തോ പറയുന്നേ? ഇത് ചൂടെന്ന് പറയും, നെത്തോലി എന്ന് പറയും. ഈ ഉണങ്ങി കഴിയുമ്പോഴാണ് നെത്തോലി എന്ന് പറയുന്നത്. എല്ലാം നെത്തോലി തന്നെ, പച്ചക്കായ നെത്തോലി തന്നെ. നെത്തോലി എന്നാണ് പറയുന്നത്. ഇതിന് ഇന്നത്തെ ഉണക്ക് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുന്നത്? ഇത് ചുരുട്ടി വയ്ക്കുവോ? ചുരുട്ടി വെച്ചിട്ട് നാളെ ഒന്നുകൂടെ ഉണക്കും. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് ബേബി. ഇവിടെ തന്നെ താമസം? അല്ല, ഞാൻ അഷ്ടപടിയില്ല. എത്ര വർഷമായി? 35 വർഷമായി. അന്ന് മുതലേ ഈ നെത്തോലി ഫീൽഡ് തന്നെയാണോ? ഫീൽഡ് മാത്രമല്ല, നമ്മുടെ ഉണക്കമീന്റെ എല്ലാ പണിയും ചെയ്യും. ആണോ? വീട് എവിടാ? ഇവിടെ തൊട്ടടുത്ത് തന്നെ. തൊട്ടടുത്ത് തന്നെ. ഇപ്പൊ ഈ നെത്തോലി എന്തെല്ലാം പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നത്? ഇപ്പൊ ഞാനിപ്പോ അവിടെ തന്നെ കണ്ടപ്പോ 2 സൈസ് നെത്തോലികളാണ്. അത് നമ്മുടെ ബോട്ട് നെത്തോലി. ബോട്ടില് നമുക്ക് താത്ത് വലിക്കുന്ന ബോട്ടാകുമ്പോൾ ചെറുപ്പം മീനൊക്കെ എല്ലാം കയറും. ഇത് ഈ വള്ളത്തിലെന്ന് പറയുമ്പോൾ നികന്നു വരുന്ന മീനാണ്, പൊങ്ങി വരുന്ന മീനാണ്. അത് വലിപ്പം ഉണ്ട്. അതൊക്കെ വലിയ നെത്തോലി കിട്ടും. ബോട്ടില് അമ്മ ചെറുതും വലുതും എല്ലാം ആ വലയിൽ കയറും. ബോട്ടിന്റെ വല എന്ന് പറയുമ്പോൾ അരിപ്പ പോലുള്ള വല വെച്ച് വലിക്കും അവിടെ. ഇപ്പൊ നെത്തോലിയുടെ സീസൺ ആണോ? ഇനിയിപ്പോ നെത്തോലിയുടെ സീസണാ. അത് ഏതൊക്കെ മാസങ്ങളായി? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ കിട്ടും. സ്ഥിരം ഇവിടെ തന്നെ ഇട്ടാന്ന് ഉണക്കി കൊടുക്കുന്നത്? ഞങ്ങൾ ഇവിടെ സ്ഥിരം ഇട്ട് ഉണക്കി കൊടുക്കും. നമ്മളെപ്പോലെ ഓരോരുത്തരും അവിടെ ഓരോ ഭാഗത്തോട്ട് ഉണക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം കണ്ടത്. ഇവിടെ ഒരു 6-7 പാർട്ടി ഉണ്ട്. പിന്നെ അവിടെ ആർബറിനകത്ത് ഒരാള് 8, അല്ലാതെ ഉണക്കുന്ന തുരുത്തിൽ ഉണക്കുന്ന ഒരു 8-10 പേരുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ശക്തികുളങ്ങര ഇവിടെ ആയിട്ട് ഉണക്കുന്നവര്. എങ്ങനെ ഇത് ലാഭമാണോ നഷ്ടമാണോ? നമ്മുടെ ഇത് നഷ്ടമെന്നൊന്ന് പറയാൻ ഇപ്പോഴത്തെ ഈ ഒരു അരുത്തിപ്പണിയാകുമ്പോ നമുക്ക് പരാവരം ജോലി കൂലിയൊക്കെ ഒത്തു വരുത്തുള്ളൂ. വിലയുണ്ട് ചരക്കിന്. ചരക്ക് ഇനിയിപ്പോ നമ്മുടെ ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേന്
മഴയൊക്കെ പെയ്യുമ്പോൾ ചരക്ക് സുലഭമായി വരും. ആ അന്നേരം നമുക്ക് ചരക്ക് നമുക്ക് അധികമായി വരുമ്പോൾ ചരക്കിന് വില കുറയും. ആ അന്നേരം നമ്മൾ ഈ ഉണക്കി കൊടുക്കുന്നതിന് ഇത്രയ്ക്ക് കുറയത്തുള്ളൂ. അന്നേരം നമുക്ക് അതിനകത്ത് ലാഭം. ഈ മഴ സീസണൊക്കെ ആകുമ്പോഴത്തേന് മഴ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ മഴയുടെ യഥാർത്ഥ മഴ തുടങ്ങുമ്പോൾ ഇത് പണി ചെയ്യത്തില്ല. കാരണം ഇത് ഉപ്പിടാതെ ഉണക്കുന്ന മീനാ. അന്നേരം അത് നമുക്കിത് വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ. ഈ ഉപ്പിടുന്ന മീനുകൾ ഉപ്പിടുന്ന മീനാണ് ബാക്കിയുള്ള എല്ലാ മീനും ഉപ്പിടും. നമ്മൾ ഉണക്കുന്ന എല്ലാ ഐറ്റവും. നെത്തോലിക്ക് മാത്രമേ ഉള്ളൂ. നെത്തോലിക്ക് നമ്മൾ ഉപ്പിട്ടാ അതിന് മാർക്കറ്റില്ല. ഉപ്പിടത്തില്ല ആൾക്കാർ. ഇതിന് ഉപ്പിടത്തില്ല. ഇത് നമ്മൾ വള്ളത്തിൽ നിന്ന് കോരി കിട്ടുന്ന അന്നേരം തന്നെ കൊണ്ട് പരത്തത്തേ ഉള്ളൂ. ഇതെങ്ങനെ തൂക്കി എടുക്കുവോ അതോ? തൂക്കാണല്ലോ ഇപ്പൊ എല്ലാ മത്സ്യങ്ങളും. ലേലമൊക്കെ മാറി. മേഴ്സിക്കുട്ടിയമ്മ വിചാരിച്ചു ഈ മീൻ തൂക്കി കൊടുക്കുന്നത്. അവര് കൊണ്ടുവന്ന് വെള്ളത്തോടല്ലേ തൂക്കുന്നത്. ഒരു വട്ടം മീനെടുത്ത് 10 കിലോ കൊണ്ടുവന്ന ആളിന് എന്തോ കിട്ടും. ഇത് ഉണങ്ങുമ്പോ എത്ര ഉണ്ട്? ഇത് എന്ന് പറയുമ്പോ നമുക്ക് ഈ വള്ളത്തിലെ നെത്തോലി ഉണങ്ങിയ 100 കിലോയ്ക്ക് ഒരു 350 കിലോ 35% കിട്ടും. ബോട്ടി നെത്തോലി ആണെങ്കിൽ 100 കിലോ ഉണങ്ങിയ നമുക്ക് 25% കിട്ടത്തുള്ളൂ. വ്യത്യാസം കൊണ്ട് ഐസ് ഇടുന്നുണ്ട്. അന്നേരം 3 കിലോ ഒക്കെ ഉണങ്ങുമ്പോഴേ 1 കിലോ ഒക്കെ വരത്തുള്ളൂ. 3.5 കിലോ ഉണക്കിയാലേ ഇത് കിട്ടത്തുള്ളൂ. മറ്റേ 4 കിലോ ഉണക്കിയാലേ നമുക്ക് 1 കിലോ കിട്ടത്തുള്ളൂ. ഇത് രണ്ടോട് കൂട്ടിയിട്ടിട്ട് ഇനി എന്ത് നിർത്തിയിടുന്നത്? അത് ഉണക്കാനാണോ അതോ ഇനി ഉണങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ ചുരുട്ടി വയ്ക്കും അല്ലേ? ഓഹോ. ഇത് അങ്ങനെ 2 സൈസ് ചൂടുണ്ടോ? അല്ല, വള്ളത്തിൽ വരുന്നത് നല്ല തെളിഞ്ഞതായിരിക്കും. അത് നമ്മൾ ഇവിടെ നിന്ന് വലയിട്ട് പിടിക്കുന്നത് അല്ലേ? ആണോ? അങ്ങനെ അത് പ്രത്യേകത അല്ല, അങ്ങനല്ല. വെള്ളത്തിന്റെ മേളിൽ മറ്റേ ബോട്ടിൽ നിന്ന് ചെളിയായിട്ട് കോരുന്നത്. ഓ, അടിയിൽ നിന്ന് പിടിച്ചെടുക്കും. ഓ, വെള്ളമാകുമ്പോ നേരിട്ട് ഒരു കെമിക്കൽ അത് രണ്ടും 2 രീതിയിലിട്ടാ ഉണക്കുന്നല്ലേ? ഈ വള്ളത്തിൽ വരുന്നതിന് എന്ത് വില കൂടുതലാണ്? മടക്കർ ഇത് മഞ്ഞ കളറിൽ കാണുന്ന ബോട്ടിൽ വരുന്ന ഐസിന്റെ ചൂടയാ. മറ്റേത് സിൽവർ കളറിൽ കാണുന്ന വള്ളത്തിന്റെ ഫ്രഷ് ആയ ചൂടായ. വള്ളക്കാര ഐസൊന്നും ഇടാതെ വലയിൽ പിടിച്ച ഉടനെ പിടയ്ക്കുന്ന ചൂട കരയിൽ കൊണ്ട് തന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. മാർക്കറ്റിംഗിലും വ്യത്യാസമുണ്ട്. വിലയുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഇതിപ്പോ എത്ര ദിവസം എടുക്കും ഈ ഒരു ഉണക്ക്? അത് പാക്ക് ചെയ്ത് കൊടുക്കുമെന്നോ അതോ അല്ലാതെ കൊടുക്കത്തില്ല? മൊത്തത്തോടെ അവര് വന്ന് മേടിച്ചോണ്ട് എത്ര ദിവസം എടുക്കും? 2 ദിവസത്തോളം. 2 ദിവസത്തോളം എന്നിട്ട് നാളെ ഇട്ട് അതിന്റെ പരുവത്തിന് നമ്മള് തട്ടി ഇട്ടോണ്ട് നിക്കണം. വെറുതെ ഇട്ടേക്കുമല്ല. 2 തട്ടലൊക്കെ തട്ടണം. ജോലി കൂടുതലുള്ള സംഭവമാണ്. ഭയങ്കര വെയിലത്ത് നിന്നുള്ള ജോലിയാ. എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? ഞാനൊരു 10 വയസ്സൊക്കെ ഉള്ളത്. ഇപ്പം 45 വയസ്സുണ്ട്. 10 വയസ്സൊക്കെ ഉള്ളപ്പോ മീൻപണിയിലോട്ട് ഇറങ്ങി. ഇപ്പോഴും ആ ജോലി തന്നെ. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഇതിന്റെ അപ്പുറത്ത് പക്ഷെ വളവ് തിരിയുന്നിടത്ത്. ഇപ്പൊ എന്തൊക്കെ മീനാണ് നമ്മളിവിടെ സാധാരണ ഉണക്കാറുള്ളത്? ഈ ചൂടയ്ക്കെന്ന് പറഞ്ഞാൽ ഉപ്പ് വേണ്ട. കൊണ്ടുവന്ന് അന്നേരം വാരി അങ്ങ് ഇട്ടാൽ മതി. അടുപ്പിനകത്തിട്ട് അത് അതിന്റെ പരുവത്തിന് തട്ടിയെടുക്കണം. പിന്നെ ഉലുവാച്ചി കോര അയില ഇതൊക്കെ ഉപ്പിനകത്തിട്ട് പിറ്റേന്ന് വാരി ഉണക്കും. അതും ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ. പിന്നെ ഈ കൊച്ചു കച്ചവടക്കാർ കണ്ടമാനമുണ്ട്. അവര് മേടിച്ചോണ്ട് ഇങ്ങനെയാണ് ചൂട്ടുന്നല്ലേ? ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ചുരുട്ടി ഓരോ റോളുകളാക്കി വെക്കുമല്ലേ? അടുക്കി ഇവിടെ തന്നെ അടുക്കി വെച്ച് മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ
പിന്നെ പഠിച്ചു വരാൻ നിൽക്കട്ടെ. അന്നേരം ഇതിനകത്ത് എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറ് വായെന്ന് പിടിച്ചെടുത്തോളൂ. ഈ കയറ് വായിക്കത്തിട്ടുണ്ടാ ഒന്നും കൂടെ നല്ലോണം ഉണങ്ങുന്നതല്ലേ? ആ വെള്ളം മൊത്തം അതിനകത്ത് പിടിക്കുമല്ലേ? ചേച്ചി, നമ്മൾ നെത്തോലി പച്ചയ്ക്ക് കറി വെച്ച് കഴിക്കുന്നതും ഉണങ്ങി ഉപയോഗിക്കുന്ന ഗുണത്തിന് വല്ല വ്യത്യാസമുണ്ടോ? രണ്ടും കുഴപ്പമില്ല. എങ്കിലും പച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ കാൽസ്യം കിട്ടും. ഉണങ്ങും കുഴപ്പമില്ല. ഉണക്കനെത്തോലി ഇതിന് മാർക്കറ്റ് കൂടുതലാ. ഇതിന് ഏറ്റവും കൂടുതൽ കാൽസ്യം കൂടുതലുള്ള ഇതാണ് നെത്തോലി, മത്തി, നെച്ചാള. നെത്തോലിക്ക് കാൽസ്യം ഉണക്കത്തില്ലല്ലോ. ഈ കരിച്ചാള മത്തി മത്തി. മറ്റേ നെച്ചാള ഉണക്കത്തില്ല. മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ കട്ട് ചെയ്ത് ഉലുവാച്ചി. അത് ഉലുവാച്ചിയൊക്കെ നല്ല മാർക്കറ്റാണ്. കിലോ 200-250 രൂപ വില ഉണ്ടോ? അതൊക്കെ സീസണാണോ? ഇപ്പോഴെപ്പോഴും എടുക്കും, നമുക്ക് കിട്ടും. നമ്മുടെയൊക്കെ വീടുകളിൽ തീൻമേശകളിൽ എത്തുന്ന നെത്തോലി, ഇവിടെ ചൂടയെന്ന് പറയും, പല സ്ഥലങ്ങളിലും ചൂടയെന്നൊക്കെ പറയും. ആ നെത്തോലി നല്ല ഫ്രഷ് ആയിട്ട് ഉണക്കിയെടുക്കുന്ന രീതിയാണ് കാണുന്നത്. 2 തരം നെത്തോലികളുണ്ട്. അതായത് നമ്മുടെ ബോട്ടിനകത്ത് പിടിച്ചുകൊണ്ട് വരുന്നതും പിന്നെ വള്ളത്തിൽ പിടിച്ചുകൊണ്ട് വരുന്ന നെത്തോലിക്കാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ ബോട്ടിൽ കൊണ്ടുവരുന്ന 2-3 ദിവസം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് അതിന് ഡിമാൻഡ് കുറവുണ്ട്. അതിന് കളറിലും വ്യത്യാസമുണ്ട്. ഇത് വെള്ളത്തിൽ പിടിച്ചുകൊണ്ട് വരുന്ന ആ നെത്തോലിക്ക് ഒരു റെഡ് കളർ വരും. പിന്നെ മറ്റേ ബോട്ടിൽ പിടിച്ചുകൊണ്ട് വരുന്നതിന് ചെറിയൊരു വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസം. നമ്മുടെ വീടുകളിലെത്തുന്ന നെത്തോലി ഉണക്കുന്ന ആ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്ക് ബൈ.